നമസ്കാരം. കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള അപവാദ പ്രചാരണത്തിൽ അത് പ്രചരിപ്പിച്ചവരുടെ മാപ്പും കോപ്പും ഉരുണ്ടുകളിയും വീരവാദവും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ നടന്നത് കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേരള രാഷ്ട്രീയത്തിൽ ഒരു വനിതയും നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള അപവാദ പ്രചാരണമാണ്. ടീച്ചറുടെ കുടുംബം വരെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഏറ്റവും നികൃഷ്ടമായ നീക്കം. അവസാനം അത് വലിയ തോതിൽ തകർന്നടിയുമ്പോൾ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ആളുകൾ ഇപ്പൊ കിടന്ന് മോങ്ങുകയാണ്. അതായത് ഈ കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, ഈ ഷാജഹാൻ എന്ന് പറയുന്ന യൂട്യൂബർ അടക്കമുള്ള അങ്ങനെ കുറെ ആളുകളൊക്കെ കൂട്ടമോങ്ങൽ നടത്തുന്ന കാഴ്ച നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായിരുന്നു ഈ വാർത്തയുടെ ലക്ഷ്യം? കെ ജെ ഷൈൻ ടീച്ചറിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് എറണാകുളം ജില്ലയിലെ എല്ലാ ഇടത് MLA-മാരെയും പെണ്ണുപിടിയന്മാരായി ചിത്രീകരിക്കുക എന്നതായിരുന്നു. ആ വാർത്ത നമുക്കൊന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. എന്താണ് അതിൽ കാണാൻ സാധിക്കുന്നത്? ഒരു വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇടത് MLA പിടികൂടി. ഏത് MLA? ഏത് വനിതാ നേതാവ്? പറവൂരിലെ ഒരു CPM-ന്റെ വനിതാ നേതാവാണ് എന്ന് മാത്രം പറയുന്നു. ശേഷം ഷൈൻ ടീച്ചറിന്റെ ചിത്രം കോൺഗ്രസ് സൈബർ ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നു. പിന്നീട് ഇടത് MLA-മാർ ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ MLA-മാരുടെ ചിത്രം വെച്ച് ഈ വാർത്ത പ്രചരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമല്ലേ എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒട്ടുമിക്ക മണ്ഡലങ്ങളും പക്ക സ്ട്രോങ് ആണെന്ന് നന്നായി തന്നെ VD സതീശനും സംഘത്തിനും അറിയാം. പ്രത്യേകിച്ച് എറണാകുളത്തെ 4 മണ്ഡലങ്ങളും UDF-ന് അനക്കാൻ പോലും പറ്റില്ലെന്നറിയാം. അപ്പോൾ അവർ ചെയ്ത ഒരു പണിയാണ്, ഒരു കെണിയാണ് ഈ വാർത്തയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലരും ആലോചിക്കും, എന്തിനാണ് ഷൈൻ ടീച്ചറിനെ ഇതിലേക്ക് വലിച്ചെച്ചതെന്ന്. അതിനും എനിക്ക് ഉത്തരവുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ ജെ ഷൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെയും BJP-യെയും ഭയപ്പെടുത്തുന്നത്. അവരുടെ പല വിഷയങ്ങളിലെയും പ്രതികരണങ്ങളും അവരുടെ പല വിഷയങ്ങളിലെ ഇടപെടലുകളും ഒക്കെ ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നു, പറവൂരിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഒരു സീറ്റ് കെ ജെ ഷൈൻ ടീച്ചറിന് കൊടുക്കണമെന്ന്. പ്രതിപക്ഷ നേതാവിനെതിരായി കെ ജെ ഷൈൻ ടീച്ചർ മത്സരിക്കുന്ന സാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കെ ജെ ഷൈൻ ടീച്ചർ ജയിക്കാനുള്ള സാധ്യത പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സതീശൻ ഞെട്ടും. കാരണം സതീശൻ പറവൂരിൽ അത്ര സജീവമല്ല. മാത്രമല്ല സതീശന്റെ പഴയതുപോലെ പറവൂരിൽ അത്ര വലിയ ഹാൻഡ് ഇല്ല. മാത്രമല്ല സതീശൻ എന്ന് പറയുന്ന MLA പറവൂരിൽ പരാജയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ നടത്തുന്ന ബഹിഷ്കരണങ്ങളൊക്കെ തന്നെ പറവൂരിലെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല പറവൂരിലെ MLA എന്ന നിലയിൽ ഈ സതീശൻ ഇതുവരെ ജയിച്ചു വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളായിരുന്നു ഓപ്പോസിറ്റ് എന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ കെ ജെ ഷൈൻ ടീച്ചറെ പോലെ കരുത്തയായ നിലപാടുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു ടൗട്ട്പുളർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സതീശന് ക്ഷീണം ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഷൈൻ ടീച്ചറിനെതിരെ വലിയൊരു ആക്രമണം നടത്തിയത്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഷൈൻ ടീച്ചറിന് എത്രത്തോളം പിന്തുണയുണ്ട്, എത്രത്തോളം ആളുകൾ ഷൈൻ ടീച്ചറിനെ നെഞ്ചോട് ചേർക്കുന്നു എന്നൊക്കെ കാണിച്ചു തരാൻ ഈ ഒരു അപവാദ പ്രചരണം ഉപകരിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ മുഴുവൻ ടീച്ചറിനൊപ്പം നിൽക്കുന്നു. ടീച്ചർ ഒന്നുകൂടി ശോഭിക്കുന്നു. ഈ ഒരു വിഷയത്തെ ധീരമായി നേരിട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ ഇത്തരം അശ്ലീല കൂട്ടങ്ങളെ കൂട്ടിക്കൊണ്ട് ടീച്ചർ എന്ന് പറയുന്ന പൊതുപ്രവർത്തക ഈ നാടിനെ മുഴുവൻ മാതൃകയായി മാറിയിരിക്കുന്നു. ഇനി സതീശന് അത്ര എളുപ്പമല്ല പറവൂരിൽ ടീച്ചർ മത്സരിക്കാൻ ഇറങ്ങിയാൽ അങ്ങ് രക്ഷപ്പെടുക എന്നുള്ളത്. ഇനി ടീച്ചറിന് ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാം. LDF-ന് ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും ടീച്ചറിന് സീറ്റ് കൊടുക്കാം. ഇനി ടീച്ചർ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പൊതുവെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 5 പേരെങ്കിലും, ഇടതുപക്ഷത്തിന്റെ 5 MLA-മാരെങ്കിലും നിയമസഭയിൽ എത്തുന്ന സാഹചര്യമുണ്ട്. ആ കൂട്ടത്തിൽ ഷൈനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ സൈബർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ എന്താണ് ഇരവാദങ്ങൾ? ജിൻഡോ പറയുന്നു, ഞാൻ ടീച്ചറിന്റെ ഉദ്ദേശമല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ടീച്ചറിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് തോന്നിയത് എന്ന് ചോദിക്കുകയാണ്. ജിൻഡോ പറയാനിടയ സാഹചര്യം എന്താണ്? ജിൻഡോ ഈ കേസിലെ പ്രതിയാണ്. അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, അവർ പ്രതിയാണ്. ജിൻഡോ വേറെ ഒന്നും കൊണ്ടല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ജിൻഡോ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പൊ ജിൻഡോ ഈ കേസുമായി ബന്ധപ്പെട്ട് കയ്യടി മേടിക്കാൻ വേണ്ടി ചെയ്തത് ജിൻഡോയ്ക്കാണ് തലവേദനയായിരിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോ നടത്തിയിട്ടുള്ള ഈ ഒരു അപവാദ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിൻഡോയ്ക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എവിടെ നിന്നാലും ജയിക്കാനുള്ള സാധ്യതയില്ല. അയാൾക്ക് നിലവിലുള്ള പൊതുവെ കോൺഗ്രസുകാർക്കിടയിൽ അയാൾക്ക് ഒരു ചെറിയൊരു പിടി ഉണ്ടായിരുന്നു.
പൊതുവെ അന്തി ചർച്ചകളിലൊക്കെ വന്നിരുന്നു, പല ചർച്ചകളിലൊക്കെ ഇരുന്ന് കോൺഗ്രസിന്റെ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് പൊതുവെ കോൺഗ്രസുകാർക്ക് ചെറിയൊരു മതിപ്പുണ്ടായിരുന്നു. എന്നാൽ വലിയ വിഭാഗം കോൺഗ്രസുകാർ ജിൻഡോന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള പല വിഷയങ്ങളെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളെ കൈവിട്ടിരിക്കുകയാണ്. ഇപ്പൊ KJ ഷൈൻഡീസിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ്. അത് അല്ലാതെ ഇപ്പൊ ഒരു അബദ്ധം കൂടി ഇപ്പൊ ജിൻഡോ കാണിച്ചിരിക്കുന്നു. ജിൻഡോ പറയുന്നു, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും ഒക്കെ സൈബർ ഇടത്തിലിട്ട് ആക്രമിക്കുകയാണ്, നിങ്ങൾ ഇത് കാണുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജിൻഡോ തീർച്ചയായും ജിൻഡോന്റെ അത്തരത്തിൽ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഫോട്ടോ സൈബർ ഇടത്തിലിട്ട് ആരെങ്കിലും ഒക്കെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ തീർത്തും അത് മോശമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ അതിനെ കൈയടിക്കില്ല. അങ്ങനെ ഏത് സ്ത്രീകളുടെ ചിത്രം എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് രാഷ്ട്രീയ നേതാക്കളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാലും തീർച്ചയായും ഞാൻ പറയും അത് തെറ്റാണ് എന്നേ പറയുകയുള്ളൂ. ഇനി അതിലേക്ക് വഴിവെച്ചത് ജിൻഡോയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം ജിൻഡോ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന പല ആളുകളെയൊക്കെ പ്രകോപിച്ചിട്ടുള്ളത്. അപ്പോ അത്തരത്തിൽ പ്രകോപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഇനി KM ഷാജഹാന്റെ കാര്യമാണ്. ആരാണ് ഷാജഹാൻ? ഷാജഹാനാണ് ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഇവിടെയൊക്കെ ഒരു ചീട്ട് എന്ന് പറയുന്നത്. അയാളാണ് പറഞ്ഞത് ഒരു വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇടത് MLA പിടികൂടിയെന്ന്. ഏത് വനിതാ നേതാവ്, ഏത് ഇടത് MLA? അതൊക്കെ മറ്റ് ഇത് കത്തിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഓരോ സ്ഥലത്ത് പേര് സെറ്റ് ചെയ്തും കൊണ്ടുപോയിക്കോളും. പക്ഷേ KM ഷാജഹാൻ എവിടെയാണ് പാളിയത്? KM ഷാജഹാൻ പാളിയത് ഇതാ ഇവിടെയാണ്. ഇടത് MLA മാർ എന്ന് പറഞ്ഞെടുത്താണ്. MLA മാർ എറണാകുളം ജില്ലയിലെ 4 MLA മാരും കേസ് കൊടുത്തിരിക്കുന്നു. ഞങ്ങളെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നു, ഞങ്ങളെയൊക്കെ പെണ്ണുപിടിയന്മാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. ഷാജഹാൻ ആ കേസിൽ നിന്ന് പെട്ടെന്ന് ഊടിപ്പോരാൻ പറ്റില്ല. ഷാജഹാന്റെ വീടിന് മുമ്പിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പോസ്റ്റർ അവിടെ കാണാനിടയാ. ആ പോസ്റ്ററിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ആ പോസ്റ്ററിൽ ഇതാ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്ന വിവാദങ്ങളുടെ വിൽപ്പനക്കാരനാണ് KM ഷാജഹാൻ. വിഷം തുപ്പുന്ന അദ്ദേഹത്തിന്റെ നാവ് പിഴുതെറിയണം എന്നാണ് പറയുന്നത്. നാട്ടുകാർ, സ്വന്തം നാട്ടിലെ ആൾക്കാർ പറയണം, പിന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്നതിലൊന്നും പറയാനുണ്ടോ? KM ഷാജഹാൻ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ യൂട്യൂബർമാർക്കിടയിലെ മാലിന്യം ഒരു പൊതുശല്യമാണ്. ഇടത് വിരുദ്ധനാണ്. അച്യുതാനന്ദൻ ചവിട്ടി പുറത്താക്കിയതിൽ പിന്നെ ഇയാൾ ഇടതുപക്ഷത്തിന് ഇങ്ങനെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പാടി നടക്കാനും സ്ത്രീകളെ അപമാനിക്കാനും ഒക്കെ എനിക്ക് തോന്നുന്നു ബിരുദാനന്തര ബിരുദം ഈ അശ്ലീല കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ ഈ അശ്ലീല കൂട്ടങ്ങളുടെ ഒരു വലിയ റാസാവാണ് ഈ ഷാജഹാൻ എന്ന് പറയാതെ. എന്തായാലും ഈ റാസാവിനെ തേടി പോലീസ് എന്തായാലും വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തിയ ശേഷം ഇദ്ദേഹത്തിന്റെ മൊബൈലൊക്കെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. ഷാജഹാൻ അറസ്റ്റ് ഭയന്ന് ഏതൊക്കെയോ ഒരു ബങ്കറിനകത്താണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഇത്തരത്തിൽ ഇത് പ്രചരിപ്പിച്ച പല ആളുകളുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ മോങ്ങുന്ന പല കാഴ്ചകളുമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നത് എന്നാണ് അവരോടൊക്കെ ചോദിക്കാനുള്ളത്. നമുക്കൊരാളെ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാം, തീർച്ചയായിട്ടും അത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കണം. അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ താഴെയിറക്കാൻ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ താഴെയിറക്കാൻ വേണ്ടി കുപ്രചരണങ്ങൾ നടത്തുന്ന ഒരു നീക്കവും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഇരവാദം മുഴക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് പുളയുന്ന ഈ അശ്ലീല കൂട്ടങ്ങൾക്ക് ഷൈൻ ടീച്ചർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ. ഞാനൊന്ന് വായിക്കും, ഒരു നീണ്ട കുറിപ്പാണ്, അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ആരെ കൊണ്ട് ഒപ്പു ചാർത്തിക്കണം എന്നാണ് തലക്കെട്ട്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, സീരിയൽ കില്ലർമാരുടെ മനോരോഗം ബാധിച്ചവരാണിവർ. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, മാനവികത എന്നെല്ലാം കേട്ടാൽ ഈ സൈക്കോപാത്തുകൾക്ക് ഹാലിളകും, മുഖം വികൃതമാകും, മുരളും മുക്രയിടും. മാനവ ചിന്താഗതിക്കാരായ മനുഷ്യരെ തകർക്കാൻ പല വിധത്തിലുള്ള സൈക്കോളജിക്കൽ സ്ട്രൈക്കുകൾ ഇറക്കും. ഇവറ്റങ്ങളിൽ ചിലർ നല്ല മുഖമുള്ള ഭർതൃഹരി പറഞ്ഞതുപോലെ വാലും കൊമ്പും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത മനുഷ്യരൂപികളാകും. മറ്റു ചിലർ നമ്മെ അത്ഭുതപ്പെടുത്തും വിധം സുനിൽ മാഷിന്റെ വാചകത്തിൽ പരാമർശിക്കാറുള്ളത് പോലെ പഠിച്ച് ഏത് രൂപത്തിലും കോലത്തിലും പ്രതീക്ഷിക്കാവുന്ന ഇവറ്റകളെ നമ്മുടെ സഹജീവികളല്ലേ എന്ന് ഒരു നിമിഷം ഓർത്താൽ ഇവരോടുള്ള വെറുപ്പ് അല്പാൽപമായി കുറയും. പിന്നെ ആധുനിക ലോ നിയമങ്ങൾ പരീക്ഷണാർത്ഥം പ്രയോഗിച്ചു നോക്കാം. ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. അത് കഴിഞ്ഞാലോ കുരങ്ങന്മാർ കാണിക്കുന്ന വിക്രിയ കണ്ട് ഊറിച്ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക. അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവർ നോർമൽ അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനാവും. അർഹിക്കാത്ത എന്തിനോ വേണ്ടി ആർത്തി പൂണ്ട് പായുന്നവരാണവർ. ഇക്കൂട്ടരെ സൂക്ഷിച്ചു നോക്കിയിരിക്കുമ്പോൾ നമ്മിൽ ചിരി പൊട്ടും. എന്റെ ചിരിക്ക് ഇത്ര ശബ്ദമോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. വെറും തോന്നലായിരിക്കില്ല അത്. കൂടെ ചിരിക്കാൻ സൈക്കോകൾ ഒഴിച്ച് ഒരു പറ്റം പേർ കൂടെ ഉണ്ടാകും. ക്ഷമാപൂർവം കാത്തിരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഐ ആം ഓക്കെ.
ഞാൻ എനിക്കായി എന്റെ നല്ല സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നു. അങ്ങനെ പോകുന്നു ഷൈൻ ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഇത് പലർക്കുമുള്ള മറുപടിയാണെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.